നമസ്കാരം. AK റൈഡർ 70 ചാനൽ. ഇത് നമ്മുടെ ബെൻഡ് പൈപ്പാണ്. ഫ്രീ ഫ്ലോ ബെൻഡ് പൈപ്പ് ഞാൻ വാങ്ങിച്ചത് ഇതിൽ ഫിറ്റ് ചെയ്തതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടിപ്പം ഞാനൊരു ഒരാഴ്ച വണ്ടി ഓടിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അതുകൊണ്ടല്ലോ അപ്പോൾ ഇത് 1500 രൂപയ്ക്ക് നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതാണിത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരുന്നു. ഇത് വാങ്ങിച്ച് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാമെന്ന്. പിന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരാഴ്ച യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഫ്രീ ഫ്ലോ ആണ്. ഇതിനകത്ത് ഇവിടെ ഇതിൽ ഫിൽറ്ററൊന്നും വരുന്നില്ല, പ്ലെയിനാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഒറിജിനൽ സൈലൻസറാണ് ഞാൻ ഫിറ്റ് ചെയ്തിരുന്നത്. കമ്പനി സൈലൻസറാണ് ഇത് ഫിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ സൗണ്ട് നമുക്ക് അത്യാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു. സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. ഇതുണ്ട്, ഇത് ഈ കളർ, ഈ ഇവിടെ നിന്ന് ഈ ഇതിൻ്റെ ഹീറ്റ് അടിച്ചതിന് ശേഷം ഇതിവിടെ ഇങ്ങനെ ഇത് ഷെയ്ഡായി ഡാർക്ക്. ഒരു ഹീറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒറിജിനൽ സൈലൻസറിൽ ഇത് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മളെ ഒറിജിനൽ സൈലൻസർ 4 വർഷമായി ഈ വണ്ടി എടുത്തിട്ട്. പക്ഷേ ഇതുവരെയ്ക്കും കമ്പനി ബെൻഡ് പൈപ്പിൽ ഇത് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇവിടം മുതൽ ഏകദേശം ഇവിടം വരെ ആ കളർ മങ്ങി വരുന്നുണ്ട്, ഗോൾഡ് കളറായി. അപ്പോൾ ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് ഇതും പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഭായിമാർക്ക് ഇത് വാങ്ങിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ കണ്ടീഷനാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടത് ശ്രദ്ധിക്കുക. അതിന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ലല്ലോ ആരുടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ കമ്പനി എക്സോസ് എൻ്റെ ബെൻഡ് പൈപ്പാണ്. ഞാൻ കുറച്ച് നാൾ ഇത് വച്ചിരുന്നതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റിയതാണ്. ഇതിലൊന്നും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇതിലില്ലായിരുന്നു. ഇതാകണ്ടല്ലോ, 4 വർഷത്തോളമായി ഏകദേശം. ഇവിടെ ഈ ഫിൽറ്റർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആ ഷെയ്ഡ് വരും, ഇത് ഇങ്ങനെ മറച്ച് ഷെയ്ഡ് വരും. ഇത് നമുക്ക് ഇവിടെ നിന്ന് സൈലൻസർ ബോട്ടം നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ BS4-ൻ്റെ തന്നെയാണ്. BS4-ൻ്റെ ഇത് മുമ്പേ വച്ചിരുന്നതാണ്. ഇതിനകത്ത് ഫിൽറ്റർ ഇല്ല. ഇത് കംപ്ലീറ്റ് നമുക്ക് ലാസ്റ്റ് വരെ കാണാം. ഇതൊക്കെ കണ്ടോ, ഇതിനകത്ത് ഫിൽറ്റർ ഇല്ല. ഇത് കമ്പനിയല്ല, ഈ സൈലൻസർ കമ്പനിയുടെ സൈലൻസറല്ല. ഇത് നമ്മൾ ലോങ് പഞ്ചാബിയുടെയാണ് വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ ഇത് വൃത്തികേടായതുകൊണ്ട് ഞാനിത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് വേറെ പൈപ്പാണെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ചേഞ്ച് ചെയ്യണതിന് മുമ്പ്. ഇത് വൃത്തികേടല്ല. നമ്മൾ തന്നെ ഇങ്ങനത്തെ ബെൻഡ് പൈപ്പ് വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അതൊരു വൃത്തികേടാണ്. ഇത് കമ്പനി സൈലൻസറുമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളെ ലിങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങുന്ന വെച്ചാൽ ഈ കളർ കാണുമ്പോഴത്തേക്ക് ആരും ഇതിൽ കൊണ്ട് തല വയ്ക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബുള്ളറ്റിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ കൂടെ കൂടുതലും കാണിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുള്ളറ്റ് പരമായുള്ള ടിപ്സ് നമ്മൾ ഇതിൽ കൂടെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ബെൻഡ് പൈപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ എന്നാണ് നമുക്ക് പറയാനുള്ളത്.
അപ്പോൾ പല ഭായിമാരും ഇത് ചോദിച്ചിട്ടുണ്ട്, ഈ ബെൻഡ് പൈപ്പ് ഫ്രീ ഫ്ലോയുടെ ബെൻഡ് പൈപ്പ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. എങ്കിലും ഈ ബെൻഡ് പൈപ്പിൽ ഇങ്ങനെ ഈ കളറ് ഷെയ്ഡായതിന് ശേഷം ക്രോമിൻ്റെ വാട്സൊക്കെ അതിൻ്റെ ഷെയ്ഡായതുകൊണ്ട് നമുക്ക് ഇത് വയ്ക്കാനും നിർവാഹമില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് ഇതിൻ്റെ സൗണ്ടും. ഓക്കെ.